ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ല? അൽഹംദുലില്ലാ, ഞാനും എൻ്റെ കുടുംബം ഇവിടെ സുഖമായിട്ടിരിക്കണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റും ചെയ്യണേ, ലൈക്കും ചെയ്യണേ. അപ്പം ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഈ കുഞ്ഞു കുടുംബത്തിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അത്താഴം മുതൽ നോമ്പ് പറക്കണ വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. അൽഹംദുലില്ലാ, ഇന്നൊക്കെ 3 നോമ്പായില്ലേ. എത്ര പെട്ടെന്നാണല്ലേ നോമ്പ് പോണത്. അതിന് പുറമെ നല്ല ചൂടുണ്ടല്ലേ, നല്ല വെയിലും നല്ല ചൂടുണ്ട് പുറത്ത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോക്ക് കിടക്കാം. അങ്ങനെ അത്താഴത്തിൻ്റെ ടൈമിലാണ് ഇപ്പം ഡയാലിസിസ് കഴിഞ്ഞ് വരുന്നത്. പുലർച്ചെ 4 മണിയൊക്കെ ഡയാലിസിസ് കഴിഞ്ഞ് വന്നപ്പോൾ രാത്രി 10 മണിക്ക് എന്ന് ഡയാലിസിന് പോയിരുന്നത്. പിന്നെ 4 മണിക്കൂറാണല്ലോ ഡയാലിസിസ് ചെയ്യല്. 4 മണിക്ക് അതോ പനിച്ചിട്ട് പാക്ക് തലവേദനക്കുണ്ട് പാരസെറ്റമോൾ പോയി മേടിച്ചു കൊടുക്കുന്നേ അത് കൊടുത്ത് പിന്നെ ഒരു ഗുളിക, പിന്നെ ഇഞ്ചക്ഷൻ വെച്ച് പ്രഷറിന് ഗുളിക കൊടുത്ത് അത് ഇതാക്കി കുറച്ച് കഴിഞ്ഞേക്ക് പാക്ക് തലവേദനക്കുണ്ട് അറിഞ്ഞിട്ട് അപ്പൊ പ്രഷർ നോക്കും. അപ്പൊ നോർമല, അപ്പൊ പ്രഷറല്ല, അപ്പൊ തലവേദനക്ക തോള് വെച്ചെടുത്ത് ഞങ്ങൾ പിന്നെ അത്താഴച്ചോറൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. പിന്നെ ഇപ്പാക്കാണെന്നുണ്ടെങ്കിൽ ഡയാലിസിസ് ചെയ്യുന്ന സമയത്ത് പ്രഷർ കൂടി. അപ്പോൾ ആ കഥ ഇരുന്ന് പറയായിരുന്നു ഇപ്പ. അത് എപ്പോഴും ഇപ്പാക്ക് ഉണ്ടാവും. എന്താണ് പ്രഷർ ഭയങ്കര കൂടുതലാവും അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ. ഇപ്പം പറയണത് അതിൻ്റെ ഉള്ളിലത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ആൾക്ക് ചെറിയൊരു ടെൻഷൻ്റെ ആളാണ്, ബേജാറ് കയറുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ സംബന്ധിച്ചിട്ടാണ്. പിന്നെ ഇപ്പോൾ വന്നവിടെ ദോശയുണ്ട് തിന്നണത്. ഞാൻ എന്താണ് ചോറ് തിന്നുന്നുണ്ട്. പിന്നെ ഈ താളിപ്പാണ്. എനിക്ക് ഈ മുളും കറി ഇതൊന്നും പറ്റൂല ആ ഒരു നേരത്ത് തിന്നാൻ. മോന് പിന്നെ എന്താണ് നോമ്പറക്കുമ്പോഴൊക്കെയുള്ള കറി കൂട്ടിയിട്ടാണ് മോൻ തിന്നുന്നത്. ഇമ്മി ഞാനും പിന്നെ മുരിങ്ങൻ്റെ താളിപ്പ് കൂട്ടിയിട്ടാണ് തിന്നുന്നത്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പം കുറേ ചളി ഇറക്കുന്നുണ്ട്. ഇപ്പം പിന്നെ തമാശ നല്ല പറയും കേട്ടോ, നല്ല തമാശ പറയും. അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇപ്പം ഇരുന്ന് കണ്ട് തമാശ പറയുന്നുണ്ട്. ഹായ്, ഹലോ. ഇവിടെ ഇപ്പോൾ 10 മണി 10:30 ആയിട്ടോ. ഞങ്ങൾ എണീക്കാൻ നേരം വഴുകി കിടന്നിട്ട്. നേരം വഴുകിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8:30 ഒക്കെ ആയപ്പോഴാണ് എണീറ്റ് കേട്ടോ. അത്താഴത്തിന് നീച്ചിട്ട് പിന്നെ 8:30 ആയപ്പോഴാണ് എണീറ്റ്. എന്നിട്ട് പിള്ളേരെ സ്കൂൾക്ക് പറഞ്ഞയച്ച്. മൂത്താൾക്ക് പിന്നെ നോമ്പുണ്ട്, രണ്ടാമത്തെ ആൾക്ക് നോമ്പില്ല. അപ്പോൾ ഉപ്പാക്കും രണ്ടാമത്തവനക്കും കൂടി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് ഉപ്പാക്ക് ഗുളിക കൊടുത്ത് ഉപ്പാടെ കെടുക്കുന്നുണ്ട്. ഉമ്മയുടെ അടുക്കളയിൽ കടഞ്ഞ പണിയിലാണ്. പാത്രം മൂറുന്നുണ്ട്. അല്ലാതെ പാത്രമൊന്നുമില്ല, 2 പാത്രം തന്നെയുള്ള ആ മൂറിനുണ്ട്. അപ്പോൾ ഞാനിതാ ഫ്രണ്ടിൽ മുറ്റത്ത് ഇങ്ങനെ 4 ഇതായിട്ട് ഇവിടെ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ അടിച്ചു വാരിയതാണ്. അപ്പോൾ ഇവിടെ ഒക്കെ അടിച്ചു വാരാണ്ടൊന്നും കൂടി. ഇവിടെ ഈ മരത്തുമെന്ന് ഇങ്ങനെ ഇല ഇങ്ങനെ കുഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കച്ചറ അത് അടിച്ചു വാരണം. അതും കൊലായി അടിച്ചു വാരണം, തുടക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി. പിന്നെ എനിക്ക് തിരൂരൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. തിരൂർ ഒരു ചെറിയ കുറച്ച് സാധനം മേടിക്കാണ്ട്. അപ്പോൾ അതൊന്ന് പോകും വേണം. റേഷൻ കടയിലും പോകണം. അത് അത്രയൊക്കെ തന്നെ. പിന്നെ എന്താണ് ഇവിടെ കുറേ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കാൻ കഴിയില്ല കേട്ടോ. നല്ല വെയിലാവും. ഞങ്ങളെ കൊലായ്മക്ക് പോലും ഇവിടേക്ക് പോലും വരാൻ കഴിയില്ല. അമ്മട്ടം വെയിലാവും. അപ്പോൾ സംസാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നേരം കുറേ ആവും. അപ്പോൾ ഞാൻ നേരെ എൻ്റെ പണികൾ പോയി എടുക്കട്ടെ. ഓക്കെ. അങ്ങനെ ഞാൻ ഷടപടേ വെച്ചിട്ട് ഞാൻ മിറ്റൊക്കെ അടിച്ചു വരികയാണ് കേട്ടോ. മേഘം അങ്ങോട്ട് വെയിലൊക്കെ തിക്കുന്നതിന് മുന്നേ ഷടപടേ വെച്ചിട്ട് ഞാൻ മേഘം അടിച്ചു വരികയാണ്. അങ്ങനെ അടിക്കലും തുടക്കലും ഒക്കെ പെട്ടെന്ന് ഞാൻ കഴിച്ചിട്ടോ. പിന്നെ ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടാണ്. ഇങ്ങനെ സ്പീഡിൽ ഞാൻ വണ്ടി പായുന്നത് കാണട്ടെ. അല്ലാതെ അത്ര സ്പീഡിലൊന്നും ഞാൻ പണി എടുക്കണില്ലേ. എടുക്കണമൊക്കെ സാവധാനം തന്നെ. പക്ഷെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ ഹൈ സ്പീഡിൽ കൂട്ടിയിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അല്ല, കാണുന്നവർ വിചാരിക്കും ഇപ്പോൾ ഇത്ര വണ്ടി പഞ്ഞാണ്ട് ഇമ്മട്ടം പണിയെടുക്കലൊക്കെ കഴിഞ്ഞത്. അതങ്ങനെയല്ലാത്ത സംഭവം. ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അങ്ങനെ പിന്നെ പിന്നെ വൈകുന്നേരത്തെ വീഡിയോ ഉണ്ട്. വൈകുന്നേരമാണ് പിന്നെ എൻ്റെ അമ്മ അടുക്കളയിൽ കയറിയിരിക്കണം. അടുക്കള കയറിയിട്ട് എൻ്റെ അമ്മ എന്തോ നിന്നോട് പറഞ്ഞ് ചിരിക്കണ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ഉമ്മ നല്ല അയില മുളക് ഇട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. കൊട്ടോളി കുഞ്ഞിപ്പാക്കാൻ്റെ തലയിൽ നിന്നീന അവരിപ്പോ വന്നതാണ്. 5 കൊല്ലമാണ് നമ്മളവിടെ. ആരൊക്കെ പറയുന്നത്
ഞാൻ ചിക്കൻ കറി വെച്ചതാട്ടോ. സംഭവം ഈ സാധനത്തിന് ഞാൻ മോനെ ഇന്നലെ പറഞ്ഞയച്ചിരുന്നത് എന്താണ് ചിയാ സീഡിന്. പക്ഷെ അവര് കൊടുത്തയച്ചിരിക്കുന്നത് എന്താണ് ചീസാ കൊടുത്തയച്ചത്. പക്ഷെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങി. എൻ്റെ ഉമ്മ മുളങ്കറി അടുപ്പത്ത് വെച്ചിരുന്നു. ഞാൻ അത് ചിക്കൻ കറി അടുപ്പത്ത് വെച്ച്. ഉമ്മ പൂരിക്ക് കുഴക്കുണ്ടായിരുന്നു വെച്ചാൽ. ഏത് അത് പൊരിക്കാൻ ഓട്സ് വേണ്ടേ? ഓട്സ് ചെയ്യാൻ പറ്റില്ല. ആ മറ്റേ സാധനം ഉണ്ടാക്കാനോ പറഞ്ഞത് ഇജ്ജ് കാലിന്റെ ചോട്ടൊന്ന് മാറിക്കോ. ഇജ്ജ് പഠിച്ചെന്ന് അറിഞ്ഞ അപ്പൊ ഞാൻ ബ്രെഡ് പൊരിക്കാണ്ട്. അപ്പൊ എന്റെ മോൻ പറഞ്ഞു വെച്ചാൽ ബ്രെഡ് പൊരിച്ചാട്ട് എന്നുള്ളത്. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് ബ്രെഡും കോഴിമുട്ടയും കൊടുന്നു. പക്ഷെ എൻ്റെ പിള്ളേർക്ക് ബ്രെഡ് പൊരിച്ചത് മതി, കട്ട്ലേറ്റ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ആയിക്കോട്ടെ എന്നാ ഞാൻ ബ്രെഡ് പൊരിച്ചു തരാന്ന് പറഞ്ഞാണ്ട് ഞാൻ സീക്കറും ബ്രെഡൊക്കെ പൊരിക്കാണ്ട് ഷടപടേ വെച്ചിട്ട് ഞാൻ ബ്രെഡൊക്കെ പൊരിക്കുകയാണ്. ഞാൻ ബ്രെഡ് പൊരിക്കലേ ബോഡി ചൂടണം. സംഭവം ഞങ്ങളൊന്ന് ചോറ് ഉണ്ടാക്കണം വെച്ചിട്ടേന്ന്. എന്റെ മനസ്സിലും നമ്മൾ ചോറുണ്ടാക്കണം വെച്ചിട്ടേട്ടാ. അപ്പോഴാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി എന്താണ് എൻ്റെ ഉപ്പാക്ക് വിളിച്ചത്. ഇന്ന് എന്താണ് കടിയെന്ന് ചോദിച്ചു. അപ്പൊ ഉപ്പ പറഞ്ഞു എന്താണെന്നറിയില്ല, ഒരാൾ അടുക്കള ഉണ്ടാക്കണേന്ന്. ഇത് അവരോട് പൂരി ഉണ്ടാക്കി തരാൻ പറയുന്നത് അതന്നെ. അപ്പൊ എൻ്റെ ഉപ്പാക്ക് പൂരി കിട്ടിയേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒന്ന് പൂരി ഉണ്ടാക്കണം. അപ്പളും കൂടെ പിന്നെ നല്ല വേവട്ടെ. അപ്പളം പോലെ പുളി ഉണ്ടാകുന്ന ഞങ്ങള് നല്ല ചോറും മറ്റേ അയില കറിയും മാങ്ങ കെട്ടുകാണ്ട് അയില കറിയും അതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഉപ്പാക്ക് കുടിക്കണം. എൻ്റെ ഉപ്പാക്ക് ചിന്ത ഉണ്ടാക്കി. പക്ഷെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തി മുട്ടി വിളിച്ചപ്പോൾ ഉപ്പാക്ക് കൂലി തന്നെ വേണം. അങ്ങനെ പോയി. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്ത് ഞങ്ങൾ നോമ്പൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ എന്താണ് ഫ്രൂട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം ഫ്രൂട്ടും കാര്യങ്ങളൊന്നും വല്ലാതെ പറ്റൂല. ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു. പൈനാപ്പിളിൻ്റെ ഇപ്പാക്ക് 8 ഗ്രാം കൊടുക്കപ്പാക്ക് എന്ന് പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞപ്പോൾ അത് പൈനാപ്പിൾ അല്ല, എല്ലാതും കൂടി 8 ഗ്രാം കൊടുക്കാന്ന് പറഞ്ഞു. ഇപ്പൊ പൈനാപ്പിൾ തിന്നിട്ടില്ല, ചെറിയൊരു കഷ്ണം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇപ്പ സർവത്തിൽ ചിയാസീഡ് ഒഴിച്ചപ്പോൾ ഇപ്പൊ പറഞ്ഞ ഉറുമ്പാണെന്ന് പറഞ്ഞു കണ്ട. ഇപ്പാക്ക് എന്താണ് ചിയാസീഡ് എന്ന് മനസ്സിലായിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാനത് ഇവിടെ ഉണ്ടാക്കി വെള്ളത്തിലിട്ട് കണ്ട് കൊടുക്കുന്നത്. അപ്പൊ അതിനെ പറ്റി കണ്ട് കുറേ പറഞ്ഞിട്ടോ. അങ്ങനെ ഇത്ര ഉള്ളൂ ഇന്നത്തെ ഞങ്ങളെ വീഡിയോ. ഞങ്ങൾ ഈ കൊച്ചു കുടുംബത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ ചായ ഞങ്ങൾ എന്താണ് സംസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുടിക്കുള്ളൂ കേട്ടോ. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാം.